Hello. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Varsha, Anina. Okay, ഇന്നലത്തേലും കുറവാണല്ലോ ഇന്ന് ആളുകള് ലോപിച്ച് അവസാനം ഞാൻ മാത്രമാവോ ഇവിടെ? അനന്തകൃഷ്ണൻ, വർഷ, നീന 3 പേരാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ചെയ്യാം. വേണ്ടേ? യെസ്. ഓക്കെ, നമ്മൾ ഏകദേശം നമ്മളുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്താണ് അല്ലെ? ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, എംപ്ലോയി ഡിസിപ്ലിൻ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഈ പറയുന്ന ഒരു വലിയ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ അല്ലെ? എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സെക്ഷൻ 21. 21ാമത് സെക്ഷൻ മുതലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏകദേശം എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് അറിയാമോ? 41 സെക്ഷൻസ് ആണ്. 21 മുതൽ 41 വരെ. അപ്പോ ഇത്രയും സെക്ഷൻസ് എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഒരു കുറച്ച് ഭാഗം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തീർന്നു അല്ലെ? അതായത് ചാപ്റ്റർ തീർന്നു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും തീർന്നു. ആണോ? എല്ലാ ചാപ്റ്റേഴ്സും തീർന്നോ? അല്ല, അതായത് ടീച്ചേഴ്സ് കുറച്ച് പേരുടെ കയ്യിൽ ബാക്കി 2 പേരും എടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗമുണ്ട്. അതല്ലാതെ വേറെ ഏതെങ്കിലും ചാപ്റ്റർ മിസ്സിംഗ് ആണോ? ഫസ്റ്റ് ചാപ്റ്റർ എടുത്തില്ലേ? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ഒന്ന് ഉറപ്പുവരുത്തിയേ. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ അല്ലേ? അല്ല എന്ന് പറഞ്ഞ വർഷം എന്താ അല്ല എന്ന് പറഞ്ഞേക്കണേ? അതല്ല. ഓക്കെ, അതായത് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, അത് എടുത്തിട്ടുണ്ടാവും. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ അല്ലെ? അതും എടുത്തിട്ടുണ്ട്. ഓക്കെ, കൺഫേം ആക്കിക്കോട്ടെ. ഇനി കോഴ്സിന്റെ ഡ്യൂറേഷൻ ഏകദേശം തീരാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടോപ്പിക്സും തീരാറായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് തീർന്നു എന്നൊക്കെ വിചാരിച്ച് ഇപ്പൊ 3 പേര് ടീച്ചേഴ്സ് ഒക്കെ കൂടിയിട്ടാണ് എടുക്കുന്നത്. ചില ചാപ്റ്റേഴ്സ് ചിലപ്പോൾ ചിലരെ കൊണ്ട് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ ബാക്കിൽ കൂടി ആരെങ്കിലും പിടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെങ്കിലും എന്തായാലും ഒരു ലൈൻ പോലും വിടാതെ മൊത്തം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിട്ടുപോയി, നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവാൻ പാടില്ല. സെക്കൻഡ് ചാപ്റ്റർ റിക്രൂട്ട്മെന്റ് ആണ്. തേർഡ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് അല്ലെ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എടുത്തോ? എടുത്തു. പിന്നെ 4ാമത്തെ ചാപ്റ്റർ എന്താ? 4ാമത്തെ ചാപ്റ്ററിന്റെ പേര് ടാലന്റ് മാനേജ്മെന്റോ? അങ്ങനെയല്ലേ? ടാലന്റ് മാനേജ്മെന്റ് ആണെന്ന് തോന്നുന്നു. ആണോ? നിങ്ങൾക്ക് അറിയുള്ളൂ. ഓക്കെ, ദെൻ 5ാമത്തെ ചാപ്റ്റർ എംപ്ലോയി ബെനഫിറ്റ്സ് ആണ് അല്ലെ? എംപ്ലോയി ബെനഫിറ്റ്സ് ആണ്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ഗ്രീവൻസ്. ഇത് ഏതെങ്കിലും വിട്ടുപോയിട്ടില്ലല്ലോ?
എല്ലാം തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്ന് ഞാൻ തീർക്കാതിരിക്കോ പതുക്കെ പോയാൽ മതി, കുഴപ്പമില്ല. ഇന്ന് ചിലപ്പോൾ ഇന്ന് തീർക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ. അപ്പോ ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെയും ടോപ്പിക്കുകൾ അവരവരുടെ ക്ലാസ്സിൽ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ ഏകദേശം മോസ്റ്റ്ലി ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ എന്നാണ് അറിഞ്ഞത്. അപ്പോ നിങ്ങളും ഞങ്ങളും ഒപ്പം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക, കൺഫേം ചെയ്യുക എന്നുള്ളതിനാണ് ഞാൻ ലക്ഷ്യത്തിലാണ് ഇപ്പൊ ഈ കാര്യം ചോദിച്ചത്. പിന്നീട് നമ്മൾ അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ തന്നെയല്ല, ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു എക്സാം അവിടെ വരുന്നുണ്ട് ഇല്ലേ? പറയട്ടെ, എക്സാം ഉണ്ടോ? സൗണ്ട് ഒന്ന് ഓൺ ആക്കട്ടെ കേട്ടോ. ഇല്ലേ, എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. ടൈം ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ? എന്നാണ് ആ പരീക്ഷ പറഞ്ഞിരിക്കുന്നത്? 25th. 25th ആ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ നിങ്ങളുടെ ചാപ്റ്റേഴ്സിലെ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ചാപ്റ്ററിന്റെ പരീക്ഷ വരെ 25-ാം തീയതി മറക്കണ്ട, മൺഡേ ആണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ഈ 3 ചാപ്റ്റർ മാത്രം ഇരുന്ന് പഠിക്കാം. എന്തിനായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു മോഡൽ എക്സാം നടത്തുന്നത്? ആ എക്സാമിനെ നിങ്ങൾക്ക് പേടിയില്ലാതെ അതിനെ ഫേസ് ചെയ്യാനും അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ മോഡലുകൾ അതിനകത്ത് തന്നെ നിങ്ങൾക്കറിയാം ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്, അതിന്റെ സ്റ്റൈൽ മനസ്സിലാക്കാനും അത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ എത്രത്തോളം നമ്മൾ പഠിച്ചു, കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, റെക്കോർഡഡ് ക്ലാസ് കാണുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തു, ഇനി എത്രത്തോളം നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ആൻസറിനെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എത്ര ചൂസ് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മളെ കൊണ്ട് തന്നെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മോഡൽ എക്സാം. സോ it will help you to give your main exams well or best. അത്രയും മനോഹരമായിട്ട് നല്ല ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ എക്സാംസ് എഴുതാൻ പറ്റും അങ്ങനെ വരുമ്പോ. ഓക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാനും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ടേമിന്റെ 1, 2, 3 ചാപ്റ്റേഴ്സ് മാത്രമായിട്ടുള്ള ഒരു എക്സാം. അത് കഴിയുമ്പോൾ അത് മറ്റേതിന്റെ ബാക്കിയുള്ളതിന്റെ ടൈം ടേബിൾ തരും. ഇപ്പൊ നമ്മളത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ ബിറ്റ്വീനിൽ അത് വന്നു, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ ദിവസം എന്നാണോ എക്സാം വന്നിരിക്കുന്നത് ആ ദിവസം നിങ്ങൾക്ക് അപ്പൊ ചിലപ്പോ ക്ലാസ് ഉണ്ടാവില്ല ആ സമയത്തോ, അല്ലെങ്കിൽ എപ്പോഴാണോ എക്സാം എന്ന് വെച്ചാൽ നിങ്ങളെ അറിയിക്കും. അതിനെയൊക്കെ സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. ക്ലാസ് ഉണ്ടെന്നോ ഇല്ലോ എന്നൊക്കെ അത് പറയും, അന്നേരം പറയും. ഇനി ക്ലാസ് ടൈമിന്റെ സമയത്തല്ല നമ്മുടെ എക്സാം എങ്കിൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നതനുസരിച്ച് നിങ്ങൾ അത് ശരിയായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അപ്പൊ അതൊന്ന് കൺഫേം ചെയ്യാനാണ്. പരീക്ഷയെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ? ചിലരിൽ ഗ്രൂപ്പില്, അതായത് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഇടുന്ന ഇൻഫോർമേഷൻസ് ചിലപ്പോ എല്ലാ ദിവസവും ഒന്നും കാണൂല. അപ്പൊ അത് ക്ലാസ് അല്ലേ, നമുക്ക് വന്നിരിക്കുന്ന ക്ലാസ് കാണാൻ ഇപ്പൊ നേരമില്ല, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് അല്ലേ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ നേരമില്ല എന്നൊക്കെ വിചാരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് ചിലർ വിചാരിക്കുക. ഈ എക്സാമിന്റെ ടൈം ടേബിൾ കൂടി അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും ഉറപ്പുവരുത്തുക. അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ആകുക. ഓക്കെ. ക്ലിയർ ആയല്ലോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ അല്ലേ എല്ലാവരും? യെസ് ഓർ നോ? യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ബാക്കി ഭാഗം, അപ്പൊ ഞാൻ അതൊന്ന് കൺഫേം ചെയ്യാനാണ്. നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ എല്ലാ ചാപ്റ്ററും എടുക്കുന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഞാനിത് ചോദിച്ചു എന്ന് മാത്രം. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും അടുത്ത ടോപ്പിക്കുകൾ ടീച്ചേഴ്സ് മെയിൻ ആയിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ ഭാഗങ്ങൾ അതൊക്കെ കുറച്ച് കൂടുതൽ പ്രാവശ്യം ഒന്ന് വായിച്ചു പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ വായിച്ച് നിങ്ങൾക്ക് മനസ്സിൽ വെക്കുക. ആവശ്യം വരും. നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷൻ ഇൻസിഡന്റ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളത് പെട്ടെന്ന് ഓർക്കണം. കാരണം ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ അറിയാൻ വേണ്ടി. എക്സാമിന് വേണ്ടിയിട്ട് ആ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഭാഗം ടീച്ചേഴ്സ് മാർക്ക് ചെയ്ത് തന്നിട്ടെങ്കിൽ അത് കൂടുതൽ നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. യെസ്. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയാൽ? എത്രാമത്തെ സെക്ഷനാ? Statutory provisions which is included in the Factories Act 1948 section 33, which is mentioned about the pits, stumps, opening in floors and others. അല്ലെ, കുണ്ട്, കുഴി, വിള്ളലുകള് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഫാക്ടറീസ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് നാളുകൾ പഴക്കമുള്ള ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് വിള്ളലുകൾ വരും. താഴ്ഭാഗത്തൊക്കെ വിള്ളൽ വരും. അതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഇടിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വർക്കേഴ്സ് നമുക്കറിയാം അവരുടെ ജോലിയുമായി സംബന്ധിച്ച് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വിള്ളലുകളൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യരൊക്കെ അതിനകത്തേക്ക് പോകാൻ വലിയ കുഴി അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ് അതിന്റെ അനുസരിച്ച് എന്ത് ചെയ്തോളണം, അതിനെയൊക്കെ കവർ ചെയ്യുകയോ അതിന് എന്താ പറയാ ഫെൻസിങ് ചെയ്യുകയോ ഒക്കെ
ചെയ്യണം. മാത്രമല്ല അത് ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് മാർക്ക് ചെയ്യുന്ന രീതിയിലും അത് എന്ത് ചെയ്യണം, ആളുകൾക്ക് നോട്ടീസബിൾ ആകുന്ന രീതിയിൽ ഒരു നോട്ടീസ് ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാപിക്കണം. അത് എല്ലാ ഫാക്ടറീസും ചെയ്യാൻ നിർബന്ധിതരാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെ എന്താ പറയാ അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി ചില ഫാക്ടറീസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അതനുസരിച്ച് അവരുടെ താല്പര്യം അനുസരിച്ച് അവരുടെ ചില ഫാക്ടറീസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ എത്തരം രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് എന്നതിനെ ബേസ് ചെയ്തിരിക്കും അതാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളെല്ലാം എല്ലാ ഫാക്ടറീസും അത് ഫോളോ ചെയ്യണം. സേഫ് ആയിട്ട് കവർ ചെയ്തോ ഫെൻസ് ചെയ്തോ വേണം ഇത്തരം സ്ഥലങ്ങൾ സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 33 ആണ് പറഞ്ഞു നിർത്തിയത്. നമ്മൾ ഇനി അടുത്ത് പോകുന്നത് എക്സസീവ് വെയിറ്റ്സ് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സെക്ഷൻ 34. എക്സസീവ് വെയിറ്റ്, ഓവർ വെയിറ്റ്. ഓവർ വെയിറ്റ് ആരുടെയാ? പേഴ്സന്റെ അല്ല. എനി പേഴ്സൺ ഹു ഈസ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി ഈസ് നോട്ട് അലൗഡ് ടു പിക്ക് or to shift or to load any things which is excess in weight. അതായത് കൂടുതൽ ഭാരമുള്ള, അതായത് നമുക്കറിയാലോ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു കണ്ടീഷന് ഫിറ്റ് ആകാത്ത രീതിയിലുള്ള അത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങൾ. അപ്പൊ ഓരോ വ്യക്തിക്കും എത്രത്തോളം അവന്റെ എനർജിയും അവന്റെ എന്താ പറയാ സൈസും അല്ലെങ്കിൽ അവന്റെ എന്താ പറയാ ഒരു സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്, അതനുസരിച്ചിട്ടുള്ള വെയിറ്റ് മാത്രമേ അവന് ലിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിനേക്കാൾ കൂടുതൽ എക്സസീവ് ആയിട്ടുള്ള വെയിറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല, പിക്ക് ചെയ്യാൻ പാടില്ല, ലോഡ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ചില ആളുകളൊക്കെ ഉണ്ടല്ലേ ഫാക്ടറീസിലൊക്കെ ഇത്രയും വെയിറ്റ് ഉള്ള ചാക്കുകെട്ടുകള് ഇങ്ങനെ തോളത്തൊക്കെ എടുത്തിട്ടൊക്കെ വരുന്നത്. അപ്പൊ ഇതിനൊക്കെ അഗെയിൻസ്റ്റ് റൂൾസ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വെയിറ്റ് വരെയും ആണ് ഇതുപോലെ ആളുകൾക്ക് അവരുടെ ബോഡിയിൽ അത് വെയിറ്റ് ചെയ്ത് തൂക്കി ഒക്കെ പിടിച്ചിട്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റണമെന്ന് വെച്ചാൽ അതിനൊരു നിയമമുണ്ട്. അപ്പൊ അതിനേക്കാൾ എക്സസ് ആയിട്ടുള്ളത് എന്ത് ചെയ്യും, അവരുടെ ഹെൽത്തിനെ ബാധിക്കും, അവരുടെ ഹെൽത്തിന് ഇഞ്ചൂറിയസ് ആണ് അല്ലെങ്കിൽ ഹാർംഫുൾ ആണ്. സോ സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യാണ് അവർക്ക് മാക്സിമം ബെയറബിൾ ആകുന്ന, എന്ന് വെച്ചാൽ അവർക്ക് വഹിക്കാൻ പറ്റുന്ന അത്രയും ലോഡ് മാത്രമേ അവരെ കൊണ്ട് പിക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് എത്ര ഒരു അഡൽട്ട് മാൻ ആണോ അല്ലെങ്കിൽ വുമൺ ആണോ യങ് ആണോ ചൈൽഡ് വർക്കർ ആണോ ഇവരെയൊക്കെ നോക്കി അതനുസരിച്ച് അവരുടെ ആരോഗ്യസ്ഥിതി അവരുടെ ആ ഒരു പൊസിഷൻ, കൊച്ചുകുട്ടികളാണോ അല്ലെങ്കിൽ യുവ തലമുറയാണോ അല്ലെങ്കിൽ എന്താ പറയാ സ്ത്രീകളാണോ അഡൽറ്റ് ആയിട്ടുള്ള മാൻ ആണോ ഇതൊക്കെ നോക്കിയിട്ട് അതിന് അനുസൃത പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വെയിറ്റുകൾ മാത്രമേ അവരെ കൊണ്ട് പൊക്കിപ്പിക്കാനോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാനോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ പാടുള്ളൂ എന്ന് സെക്ഷൻ 34 എക്സസീവ് വെയിറ്റ്സ് എന്ന് പറയുന്ന ഹെഡില് ഫാക്ടറീസ് ആക്ട് 1948 പ്രതിപാദിച്ചിട്ടുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? 13ാമത്തെ പോയിന്റ് എക്സസീവ് വെയിറ്റ്സ് സെക്ഷൻ 34 ഇൻക്ലൂഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്, മനസ്സിലായെങ്കിൽ അതിനകത്ത് നമുക്കൊരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. ഏതാണെന്നറിയോ? The state government can recommend the maximum bearable load to be picked up, shifted or borne by an adult man, adult woman, young man and child worker എന്ന് പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കിയേ 13ാമത്തെ. ചോദിച്ചോട്ടെ, ഒരു മിനിറ്റ് ചോദിക്കട്ടെ കേട്ടോ. എക്സാമിന്റെ ടൈം എത്രയാണ് മക്കളെ തന്നേക്കണേ? 25ന് മൺഡേയില് എക്സാം ടൈം 12 മണി മുതൽ 12:50 വരെ. 12 to 12:50. ഓക്കെ. ായിരിക്കും. അപ്പൊ എങ്ങനെ ലൈവായിട്ട് കാണിക്കുവോ? ലൈവായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുന്നു. നിങ്ങൾ എല്ലാവരും അവിടെ എന്താ പറയാ ഇത് ക്യാമറാസ് വീഡിയോസ് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതണം. ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു ഇതിന് 2 മിനിറ്റ് മുമ്പ് 5 മിനിറ്റ് മുമ്പ് അങ്ങാണ്ടാണ് ഇടുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരുന്നു. നിങ്ങൾ അവിടെ ലൈവിൽ ഇരുന്ന് എക്സാംസ് കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ ലീവ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ആ ഇൻവിജിലേറ്ററുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ലീവ് ആകുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ.
ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ചാപ്റ്ററിന്റെ ആണല്ലോ ഇത്. നമുക്കൊരു എന്താ പറയാ ഒരു തയ്യാറെടുപ്പാണ്, മെയിൻ എക്സാമിന് ഫേസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പൊ നിങ്ങൾ അത് ടെൻഷനൊന്നും ഇല്ലാതെ ആ സമയത്തിന് ഒരു 5-10 മിനിറ്റ് മുമ്പൊന്ന് ജോയിൻ ചെയ്തോ. ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് എന്തായാലും നിങ്ങളുടെ വാട്സപ്പ് അല്ല ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് നിങ്ങളുടെ ഇത് ലിങ്ക് വരും. അപ്പൊ തന്നെ കയറിയിരിക്കുക. അതിനുശേഷം വാട്സപ്പിലായിരിക്കും തോന്നുന്നത് നിങ്ങൾക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരിക. അത് ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾ അതിനകത്ത് സബ്മിറ്റ് കൊടുക്കുക. നമ്മള് ഇതിലിപ്പോ ക്ലാസ് കാണുമെന്ന് പറഞ്ഞാൽ നമ്മള് വീഡിയോ ഒന്നും ഓപ്പൺ ആയിട്ടല്ലല്ലോ വെച്ചേക്കണം. അപ്പൊ മറ്റേതിൽ നമ്മള് അവർക്ക് നമ്മളെ അങ്ങനെയാണോ? ഓപ്പൺ ആക്കണം. ഇതിൽ വീഡിയോ ഓപ്പൺ ആക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇത് വീഡിയോ ഓപ്പൺ ആക്കി വെച്ച് കഴിയുമ്പോ അത് എന്താ പറയാ നെറ്റ് ഇഷ്യൂസ്, അതിന്റെ റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നു. കുറെ കുട്ടികൾ ഉണ്ടാകുമല്ലോ. ഇന്നിപ്പോ കുറച്ച് പിള്ളേരേ ഉള്ളൂ. പക്ഷെ നമ്മൾ തുടങ്ങിയപ്പോ നമുക്കറിയാം 50, 60, 70, 100 ഒക്കെ പിള്ളേരൊക്കെയാണോ ഫസ്റ്റ് ബിഗിനിങ്ങിലൊക്കെ ഉണ്ടാകുക. അതിങ്ങനെ ലോപിച്ച് കുറച്ചായി ഇപ്പൊ വിരലിൽ എണ്ണാവുന്ന ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ക്ലാസ് ഡിസ്റ്റർബ് ആകാതിരിക്കാൻ നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ടീച്ചർ 1 അവർ മുഴുവനും. അപ്പൊ അത് ഡിസ്റ്റർബ് ആക്കി കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ചിലപ്പോ ചില പോയിന്റുകൾ ക്ലിക്ക് ആവില്ല, പറയുമ്പോ അത് ചിലപ്പോൾ വ്യക്തമാകില്ല. കാരണം ഡിസ്റ്റർബൻസ് വരും നമ്മുടെ ഈ ഓഡിയോയിലും. നമുക്ക് ചിലപ്പോ മനസ്സിലായെന്ന് തോന്നൂല. ആ സമയത്ത് റെക്കോർഡർ കാണുന്നില്ലേ, അവർക്കാണ് കുറച്ച് കൂടുതൽ എന്താ പറയാ എന്തെങ്കിലും പ്രശ്നം തോന്നുക, ഇംപെർഫെക്ഷൻസ് തോന്നുക. അപ്പൊ അവര് എന്താ പറയാ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഓൺ മ്യൂട്ട് കൊടുത്തിട്ട് ക്ലാസ് എടുക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ എക്സാംസ് കൊടുക്കുകയാണ്. അവിടെ വി ആർ നോട്ട് സ്പീക്കിംഗ്. നമ്മൾ ഇൻവിജിലേറ്റേഴ്സും സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവര് എക്സാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ സംസാരിക്കുന്നത്. അപ്പൊ അവിടെ ഡിസ്റ്റർബൻസ് ഇല്ല. ഓണാക്കി വെച്ചാലും നമുക്ക് കാണാം നിങ്ങൾ എന്താ ചെയ്യുന്നത്. ഓക്കെ, അത് എന്താണ് അങ്ങനെയാണല്ലോ. അതിന്റെ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യേണ്ടത് നമ്മള്. അല്ലെങ്കിൽ പിന്നെ എന്താ, അതുകൊണ്ടാണ് അത് ഓപ്പൺ ആക്കി വെക്കണം. കൃത്യമായിട്ട് എഴുതിയാൽ മതി. അപ്പൊ 12 മണിക്കാണ് എക്സാം. അപ്പൊ അന്ന് ക്ലാസ് ഉണ്ടോ ഇല്ലേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതവിടെ നിന്ന് പറയും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ചിലപ്പോ ഇൻഫോം ചെയ്യൂ കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഇനി അവര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ ഇൻഫോം ചെയ്യാം. അന്ന് ക്ലാസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. അതൊന്ന് മെൻഷൻ ചെയ്ത കാര്യം പറയാം. ക്ലാസ് എടുക്കുമ്പോ ടീച്ചറോട് ചോദിക്കാൻ പറഞ്ഞേ എന്താണ് എങ്ങനെയാണെന്ന്. അങ്ങനെ പറഞ്ഞോ? കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്മാർട്ട് ശ്രീയിലെ പേയ്മെന്റ് ചെയ്യണ ആരെങ്കിലും സമീപിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞ ക്ലാസ്സിൽ ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനെ സംബന്ധിച്ച്. ചോദിച്ചത് നന്നായി. അപ്പൊ അത് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാകും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ആ ദിവസം, അതായത് നമ്മളുടെ 25th മൺഡേ ആണ് എക്സാം വരുന്നത്. ആ ദിവസം നിങ്ങൾക്ക് 10:30 ആണ് നമ്മുടെ ക്ലാസ് എന്നറിയാലോ. നിങ്ങളുടെ ക്ലാസ് 10:30-ക്കാണ്. 10:30 to 11:30 വരെ. അപ്പൊ 12 മണിക്ക് നിങ്ങൾക്ക് എക്സാം ആണ്. അപ്പോ നിങ്ങൾക്ക് അത് അന്ന് എന്താ പറയാ പഠിക്കാനായിട്ട് ഇച്ചിരി സമയം വേണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അവിടെ പറയും, ഇൻഫോം ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്ന് ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എന്താ പറയാ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ ഇട്ടുതരും. എക്സാം ആയതുകൊണ്ട് ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല, നിങ്ങൾ എക്സാമിന് ജോയിൻ ചെയ്താൽ മതി ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ. അല്ല നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമില്ല, കുഴപ്പമില്ല, ക്ലാസ് നടന്നോട്ടെ, ഞങ്ങൾ 12 മണിക്ക് എക്സാമിന് ജോയിൻ ചെയ്താൽ മതിയോ, അങ്ങനെയാണെങ്കിലും അങ്ങനെ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇൻഫോം ചെയ്തേക്കാം. അപ്പൊ അതനുസരിച്ച് അവരവിടെ പറഞ്ഞോളൂ. പറയോ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ലീവ് തരാനായിട്ട്. കാരണം വെച്ചാല് ഗ്രൂപ്പിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, പലരും ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ട് ചില ക്ലാസ് കാണാനില്ല. അപ്പൊ അവർക്കൊക്കെ എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്കലാപ്പാണ്. എന്ത് ചെയ്യും, ഇത് മോക്ക് ടെസ്റ്റ് പോലെയാണോ, തോറ്റ് കഴിഞ്ഞാൽ പ്രശ്നം, അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പൊ ഫൈനലിന്റെ ആ ഒരു ഇത് ടൈം ടേബിൾ കണ്ടപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഒരു ട്രയൽ മോഡൽ പോലെയാണെന്ന്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര പേടിയുണ്ട്. അപ്പൊ ആ ഒരു ദിവസം നിങ്ങൾക്ക് ലീവ് തരാണെങ്കിൽ ഇപ്പൊ ക്ലാസ് ഒന്നും കേൾക്കാത്തവർക്കാണെങ്കിൽ ആ രാവിലെ മുതൽ ഉച്ച വരെങ്കിലും പഠിക്കാലോ. പറയാം. അന്ന് ഉച്ച വരെയല്ല, സാറ്റർഡേ ഉണ്ട്, സൺഡേ ഉണ്ട്, പിന്നെ നമ്മുടെ എക്സാം നടക്കുന്ന സമയം വരെയുള്ള 12 o'clock വരെ സമയമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ കുറച്ച് ക്ലാസ്സിന് പോകുമല്ലോ. ക്ലാസ് അറ്റൻഡ് ചെയ്യണവരുടെ കാര്യമാണ് പറഞ്ഞ, അല്ലാത്തവർക്ക് ചിലപ്പോൾ ജോലിക്ക് പോണവരൊക്കെ ആണെങ്കിൽ ഓക്കെ ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ക്ലാസ് റൂമിൽ ഇട്ട് തരും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്ന് ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച് അത് പേടിക്കൊന്നും വേണ്ട. അതൊരു ട്രയൽ മീൻസ് ഒരു മോഡൽ എക്സാം ആണ്. ഹൗ ടു ഫേസ് യുവർ മെയിൻ എക്സാം. മെയിൻ എക്സാമിൽ നമ്മളത് ഇങ്ങനെ പരിഭവവും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. കുറെ പേരൊക്കെ കുറെ വർഷങ്ങളായിട്ട് പഠനവുമായിട്ട് എന്താ പറയാ ഇങ്ങനെ എന്താ പറയാ പഠിത്തത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോ ഇത് എങ്ങനെയാണോ ഈ പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ കൊണ്ട് അത് നിങ്ങൾക്ക് ആ പേടിയൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പൊ അടുത്ത മെയിൻ എക്സാം 2 ഉണ്ടല്ലോ, 1, 2, 3ന്റെ പരീക്ഷയാണ് ഇപ്പൊ നടക്കണേ. ഇനി അടുത്തത് അതിനൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് തരും. 4, 5, 6 ചാപ്റ്റേഴ്സ് മാത്രമുള്ള ഒരു പരീക്ഷയായിട്ട്.
ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു ധാരണയൊക്കെ കിട്ടും. ഓക്കെ, ദെൻ മെയിൻ എക്സാമിന്റെ ടൈം ടേബിൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ, 19 ടൈം ടേബിൾ തന്നിട്ടുണ്ട്, എല്ലാത്തിന്റെയും ടൈം ടേബിൾ തന്നിട്ടുണ്ട്. എല്ലാത്തിന്റെയും തന്നു, മെയിൻ എക്സാമിന്റെയും തന്നു. 19 എന്നാണ് പറഞ്ഞത്. 19 ശരിയാണ്. 3 ദിവസം അങ്ങാണ്ട്. അപ്പൊ അത്രയും ദിവസം നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ട്. ഓണമൊക്കെ ആഘോഷിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓണത്തിന്റെ ആ ഒരു രീതിയൊക്കെ അങ്ങോട്ട് മാറി വന്നു കഴിയുമ്പോൾ ഹാങ് ഓവർ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പഠിച്ച് വൃത്തിയായിട്ട് നിങ്ങൾക്ക് പരിശീലനം ഇല്ല. അപ്പൊ എല്ലാവർക്കും നല്ല ഫുൾ മാർക്ക് കിട്ടും. നോക്കിക്കോ, ഇത് പറയുന്ന പേടിയുള്ള ആൾക്കാരൊക്കെ അപ്പൊ പറയും ഇതായിരുന്നാ, ഇത്ര സിമ്പിൾ ആയിരുന്നാ എന്ന് പറയും. കാരണം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് ടീച്ചേഴ്സ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കൂടുതലൊന്നും നന്നായിട്ടൊക്കെ പഠിച്ച് മോക്ക് ടെസ്റ്റുകളൊക്കെ എല്ലാ മോക്ക് ടെസ്റ്റും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും മോക്ക് ടെസ്റ്റ് ഒക്കെ നന്നായി പഠിച്ച് പറഞ്ഞിരിക്കുന്ന അതനുസരിച്ചുള്ള ചാപ്റ്റേഴ്സിലെ അതാത് ദിവസങ്ങളിലേക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തൊക്കെ വെച്ച് ഇന്ന സമയം അത് ഇന്ന് പഠിച്ചു തീർക്കാമെന്ന് ഒരു മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെ അങ്ങനെ പഠിക്കാൻ തുടങ്ങാം അല്ലെ, ആ ടൈം ടേബിൾ അനുസരിച്ച്. ഓക്കെ, അപ്പൊ സെറ്റ് ആയിരിക്കും. ഇപ്പൊ ഫസ്റ്റ് ടൈമിന് 3 ചാപ്റ്ററിൽ എത്ര മാർക്കിലായിരിക്കും, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 60. അല്ല, അങ്ങനെയൊക്കെ തോറ്റ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടോ? മോഡൽ എക്സാമിന് തോറ്റാലൊന്നും പ്രശ്നമില്ല. അതിനാണ് നമ്മൾ മെയിൻ എക്സാമിന് തോൽക്കാതിരിക്കാനുള്ള ഒരു തായ്വയ്പ്പാണ് ഈ മോഡൽ എക്സാമിന് എത്തിപ്പിക്കാന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ തോൽക്കൊന്നുമില്ല, ആരും തോക്കാനൊന്നും പോണില്ല. കാരണം നിങ്ങളൊക്കെ ഇതൊക്കെ പഠിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാലോ, നിങ്ങളൊക്കെ തന്നെ പറയും ആ ഒരു ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോ, മോഡൽ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് നോക്കട്ടെ ആർക്കൊക്കെയാണ് മാർക്ക് കുറഞ്ഞു വന്നേക്കണേ. അങ്ങനെ ഒന്നും പറയാൻ വഴിയില്ല, എല്ലാവരും ഏകദേശം നന്നായി തന്നെ അറ്റൻഡ് ചെയ്യും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലേ, അപ്പൊ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ യെസ്. അപ്പൊ ഞാൻ ആ കാര്യം അവിടെ സൂചിപ്പിച്ചേക്കാം കേട്ടാ. യെസ്, അപ്പൊ നമ്മള് എക്സസീവ് വെയ്റ്റ്സിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 34 പറയുന്നത്. അതിന്റെ ആ രണ്ടാമത്തെ സെന്റൻസ് സ്റ്റേറ്റ് ഗവൺമെന്റ് തുടങ്ങി ആ ചൈൽഡ് വർക്കർ വരെയുള്ള ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ പറയുന്നത് സെക്ഷൻ 35 ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് ആണ്, കണ്ണുകളെ സംരക്ഷിക്കാൻ. നമുക്കറിയാം ഇതുപോലെ തന്നെ പല ഫാക്ടറീസിലും കണ്ണിനെ ബാധിക്കാവുന്ന പല രീതിയിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളും ഉണ്ടായിരിക്കാം. മെന്നായിക്കോട്ടെ, വിമനായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ. ഈ കുട്ടികൾ വർക്കേഴ്സ് ഒക്കെ ഇപ്പൊ അതൊന്നും ഇല്ല. പക്ഷെ എങ്കിലും ചില ദേശങ്ങളിൽ ഇപ്പോഴും ചൈൽഡുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെ. ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് നിർത്തലാക്കി, അല്ലെങ്കിൽ അത് പാടില്ല, അവരെ പഠിക്കേണ്ടവരാണ് എന്നൊക്കെ പോസ്റ്ററുകളും മറ്റു കാര്യങ്ങളും അവയർനെസ് ക്ലാസ്സുകളും ഒക്കെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും വി ക്യാൻ സീ ഇൻ സം പ്ലേസസ്, ചില സ്ഥലങ്ങൾ, ഇന്ത്യയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ, ചില ഈ കുഗ്രാമങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. ഇപ്പൊ കേരളത്തിലേക്കല്ല, അല്ലാതെ ചില നാടുകളിലൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ ഇതുപോലെ ചൈൽഡ് ലേബറിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആരുടെയാണെങ്കിലും കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രിക്കോഷൻസ് ഹാവ് ടു ബി ടേക്കൺ ബൈ ഈച്ച് ആൻഡ് എവറി ഫാക്ടറീസ്. ഈ കണ്ണുകൾക്ക് ഹാംഫുൾ ആകുന്ന രീതിയിലുള്ള ജോലിയാണ് വർക്കേഴ്സ് ചെയ്യുന്നതെങ്കിൽ ദേ ഷുഡ് ബി പ്രൊവൈഡഡ് എന്താ പറയാ പ്രിവെൻഷൻ മെഷേഴ്സ് ലൈക്ക് സ്ക്രീൻസ്, അതായത് കണ്ണിലേക്ക് നേരിട്ട് ഈ പറയുന്ന എന്തെങ്കിലും ചിലപ്പോ ഈ എന്താ പറയാ തീയുടെ തരികളാകാം, തീക്കനലുകളൊക്കെ, അതൊക്കെ ചില ഫാക്ടറീസ് ഒരു വെൽഡിംഗ് ഒക്കെ ഉള്ള സ്ഥലം ഒന്നും ആലോചിച്ച് നോക്കി ഈ വെൽഡിംഗ് വർക്കൊക്കെ. അപ്പൊ കണ്ണിലേക്കൊക്കെ ഈ പൊരിയൊക്കെ ചിലപ്പോൾ തീപ്പൊരിയൊക്കെ പറക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്ക്രീൻ കൊണ്ട് മറയ്ക്കുകയോ, അല്ലെങ്കിൽ ഗോഗിൾസ്, വലിയ കണ്ണടയൊക്കെ ഇല്ലേ, വലിയ കണ്ണട ഗോഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് കാഴ്ചക്കുറവുണ്ടാകുന്ന വെക്കുന്ന കണ്ണടയല്ല, സ്പെക്ടക്കിൾസ് അല്ല ഉദ്ദേശിക്കുന്നത്, ഗോഗിൾസ് ആണ്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഈ ഡോക്ടേഴ്സും ഒക്കെ ചില ഓപ്പറേഷൻസ് സർജറീസിന്റെ ഒക്കെ പോകുമ്പോൾ അവരും വെക്കാറുണ്ട് ഗൂഗിൾസ് ഒക്കെ. അതുപോലെ തന്നെ എന്താ പറയാ ക്ലീനിങ്ങിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാര്, ഡിസ്പോസലൊക്കെ ചെയ്യുന്ന, അങ്ങനത്തെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരും അവരുടെ മാസ്ക് വെക്കും, ഇങ്ങനെ ഗൂഗിൾസ് വെക്കും, കയ്യിലൊക്കെ ഗ്ലൗസ് ഒക്കെ ഇടും, ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, അവരുടെ കണ്ണിനെ എന്താ പറയാ ഹാംഫുൾ ആകാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ചില ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഈ പൊടിപടലങ്ങളാകാം, അല്ലെങ്കിൽ ചില എക്സസ് ലൈറ്റ്, ഭയങ്കരമായിട്ടുള്ള വെളിച്ചം കണ്ണിലേക്ക് പതിക്കുന്നത് കൊണ്ടും കണ്ണുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. സോ ഫ്രം ഓൾ ദീസ് തിങ്സ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച്, ഇവരുടെ കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് സെക്ഷൻ 35 പറയുന്നത്. മനസ്സിലായോ? സെക്ഷൻ 35 പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. ക്ലിയർ? മനസ്സിലായില്ലേ? എനി ഡൗട്ട്സ്? നോ. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ നിങ്ങളെ അതിന്റെ ഒരു ചെറിയ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് നീഡ്സ് ടു മേക്ക് എ പ്രൊവിഷൻ ഫോർ സ്ക്രീൻസ് ആൻഡ് ഗോഗിൾസ്
to protect the eyes of workers working in factories that have harmful particles flying in the atmosphere. അവിടെ വരെ മതി, അറ്റ്മോസ്ഫിയർ വരെ മതി കേട്ടോ. അവിടെ വരെ അണ്ടർലൈൻ ചെയ്തേക്കാം. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം വരെ. കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സ്ക്രീനുകളോ ഗോഗിൾസുകളോ ഉപയോഗിക്കണം. അതായത് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത്, പല ഉൽപാദന പ്രക്രിയകൾ നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഇതുപോലുള്ള തീയുടെ തരികളോ മറ്റേതെങ്കിലും വിഷാംശം നിറഞ്ഞ പൊടിപടലങ്ങളോ ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കും. അതൊക്കെ കണ്ണുകളിലേക്ക് വന്ന് പതിക്കും. അപ്പൊ കണ്ണിന് പലതരത്തിലുള്ള അസുഖങ്ങൾ, ഇറിറ്റേഷൻസ്, കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്തരം ചില നിയമങ്ങൾ അനുശാസിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ആരോട്? എല്ലാ ഫാക്ടറീസിനോടും. യെസ്. അപ്പോ അടുത്തത് നമുക്ക് ഇനി 15th വൺ, പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഗ്യാസസ്, ഫ്യൂംസ് ആൻഡ് അതേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ സെക്ഷൻ 36. സെക്ഷൻ 36ലാണ് പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഗ്യാസസ്, ഫ്യൂംസ് ആൻഡ് അതേഴ്സ്. അതായത് പലതരത്തിലുള്ള അപകടകാരികളായിട്ടുള്ള ചില ഗ്യാസസ് ഒക്കെ വിച്ച് ഈസ് ഇൻജൂറിയസ് ടു അവർ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ചില ഗ്യാസസ് ഒക്കെ ഉണ്ട്. വായുവിൽ കലർന്നാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ, അതുപോലെ തന്നെ ചില വായുവിൽ കലർന്ന ചില ഫ്യൂംസ്, പുകകൾ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ. അതെന്ന് പറയുമ്പോ ചിലപ്പോ വല്ല ടാങ്ക് ആകാം, വലിയ ടാങ്ക്, ചേംബർ, ബാറ്റ് എന്ന് പറഞ്ഞ ഈ കൂട്ടളം പോലത്തെ സാധനം, പിന്നെ വലിയ പൈപ്പ്, ഓസെങ്കിൽ വലിയതൊക്കെ, അങ്ങനത്തെ പല സാധനങ്ങളൊക്കെ. ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്കൊക്കെ നേരിട്ട് കയറാൻ പാടില്ല. അതിന് എന്താ പറയാ, അത് നമ്മള് ഒരു പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ അതിനകത്തോട്ടൊക്കെ കയറി കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള ഗ്യാസസോ അല്ലെങ്കിൽ ഫ്യൂംസോ അല്ലെങ്കിൽ ഡസ്റ്റോ തന്നെ എന്ത് ചെയ്യാം, ഇവരുടെ ഹെൽത്തിന് ഇൻജൂറിയസ് ആകാൻ, അല്ലെങ്കിൽ അവരുടെ വർക്കേഴ്സിന്റെ ആരോഗ്യത്തിന് ഹസാർഡസ്, അപകടം പറയാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇഫ് ദേ ആർ ഗോയിങ്, അത്തരം വർക്കേഴ്സ് പോകുന്നുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് അത് അതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഹോള്, ഒരു വഴി, ഒരു പാസേജ്, ഹോൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കടന്നു പോകാൻ പറ്റുന്ന പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതിൽ കൂടി മാത്രമേ അവർ പ്രവേശിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് തോന്നിയോടത്തെ കൂടെ കയറി പോകാൻ പാടില്ല അങ്ങനത്തെ സ്ഥലങ്ങളിൽ. മാത്രമല്ല, ഇങ്ങനത്തെ സ്ഥലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇഫ് ദേ ക്യാൻ, ദ ഫാക്ടറീസ് ക്യാൻ അവോയ്ഡ് ഓർ റിമൂവ് സച്ച് ഫ്യൂംസ്, ഇത്തരം പുകയോ അല്ലെങ്കിൽ ഇത്തരം ഡസ്റ്റോ ഒക്കെ എന്താ പറയാ കളയുന്നതിന്, ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുത്ത് അതൊക്കെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഇങ്ങനെ വർക്കേഴ്സിനെ അതിനകത്തേക്ക് കയറ്റിവിടുക. കാരണം അതല്ലെങ്കിൽ അതിനകത്തോട്ട് വേഗം കയറിയിട്ട് ഈ പൊടിയും പുകയൊക്കെ നിറഞ്ഞ എന്തെങ്കിലുമൊക്കെ ശ്വസിച്ച് ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഡസ്റ്റുള്ള ഫ്യൂംസ് ഒക്കെ ഇല്ലാതാക്കാനുള്ള മെഷേഴ്സ് എടുക്കുക. അതർവൈസ് ദേ ഹാവ് ടു പ്രൊവൈഡ് ബ്രീത്തിങ് എക്യുപ്മെന്റ്. അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ വല്ല മാസ്ക് ഒക്കെ വെച്ച് ബ്രീത്തിങ് എക്യുപ്മെന്റുകളൊക്കെ കൊടുത്ത്, ഓക്സിജൻ ഒക്കെ കൊടുത്ത് കയറ്റി അകത്തോട്ടൊക്കെ. നമ്മൾ കണ്ടല്ലേ ഈ കുഴൽ കിണറിലേക്കൊക്കെ കടന്നു പോകുന്ന ആളുകള് എങ്ങനെയാ, അവർക്കൊരു ബ്രീത്തിങ് എക്യുപ്മെന്റ് ഫിക്സ് ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുന്നത്. ബിക്കോസ് ദർ വിൽ ബി നോ ഓക്സിജൻ, അത്രയും ആഡക്വേറ്റഡ് ഓക്സിജൻ ഉണ്ടാവില്ല. അപ്പൊ അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഈ പറയുന്ന പോലെ വേറെ രീതിയിലുള്ള ഗ്യാസസും മറ്റൊക്കെ ശ്വസിച്ച് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരും. ഈവൻ ചിലപ്പോൾ ഡെത്ത് വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയ എന്തെങ്കിലും ടാങ്കുകൾ, വലിയ ഏതെങ്കിലും എക്യുപ്മെന്റുകളുടെ ഉള്ളിലേക്ക് ആളുകളൊക്കെ കടന്നു പോകുമ്പോൾ, ഇപ്പൊ നമ്മൾ ഉണ്ടല്ലേ ഈ വാട്ടർ കനാലിന്റെ അവിടെയൊക്കെ വലിയ പൈപ്പ് കണ്ടിട്ടുണ്ടോ, വലിയ തുളയുള്ള വലിയത്, ഇത് PVC പൈപ്പ് അല്ല, അല്ലാതെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന പൈപ്പുകളുണ്ടല്ലേ, അതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ ആളുകൾ കയറിയിട്ട് പല രീതിയിലുള്ള ജോലികളിലും ഏർപ്പെടുന്നുണ്ട്. ചിലപ്പോ അതിന്റെ അകത്ത് തടഞ്ഞു നിൽക്കുന്ന ചില ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിരിക്കാം. പക്ഷെ ഇതിനകത്തേക്കൊക്കെ കയറുന്ന ആളുകള് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് അറിയില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. പക്ഷെ ചില ഫാക്ടറീസിലും ഇതുപോലുള്ള വലിയ കുഴലുകളൊക്കെ ഉണ്ട്, വലിയ ഭീമമായ എന്താ പറയാ കോൺക്രീറ്റ് ഇതുകൊണ്ട് ഉണ്ടാക്കിയ കുഴലുകൾ. അപ്പൊ അതിലേക്കൊക്കെ കടന്ന് ജോലി ചെയ്യേണ്ട സമയത്ത് വർക്കേഴ്സിന് ദേ ഹാവ് ടു ബി പ്രൊട്ടക്റ്റഡ്. ബ്രീത്തിങ് എക്യുപ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ മാത്രമല്ല ഇവരെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യ ഘട്ടത്തില് എന്താ പറയാ ഇവരെ പൊക്കി അവിടെ നിന്ന് മാറ്റണമെങ്കിൽ അതിന് അറ്റാച്ച് ചെയ്യുന്ന റോപ്സ് അല്ലെങ്കിൽ വലിയ വടമൊക്കെ വടോ അല്ലെങ്കിൽ ബെൽറ്റ് ഒക്കെ വെച്ച് ഇവരെ എന്താ പറയാ ഫിക്സ് ചെയ്തിരിക്കണം. എന്നാലും പെട്ടെന്ന് ഇവരെ വലിച്ചു പുറത്തേക്ക് എന്തെങ്കിലും എന്താ പറയാ ക്രൈസിസ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആ പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ അത്തരം ജോലി ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ക്രൈസിസ് അനുഭവപ്പെടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വി ഹാവ് ടു ഡ്രോ ദം അപ്പ്. അവരെ ഇങ്ങനെ മുകളിലേക്ക്
പൊക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് റോക്സോ ബെൽറ്റോ വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കണം എന്നാ പറഞ്ഞേക്കണേ. മാത്രമല്ല ഒരു വർക്കേഴ്സിനെ അവര് പറഞ്ഞ് മനസ്സിലാക്കണം ഇത്തരം എന്താ പറയാ എക്യുപ്മെന്റുകൾ നമ്മൾ ഉപയോഗിക്കണമെന്നും, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മുടെ ശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കണം, അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണം എന്നാ പറയുന്നത്. ഇനി അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് മാൻഹോൾസ്, ഈ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞില്ലേ ഇതുപോലെ അകത്തേക്ക് കയറി പോകേണ്ട ചില ദ്വാരങ്ങളൊക്കെ, അതിനൊരു സർക്കംഫറൻസ്, അതിന്റെ ആ ഒരു എന്താ പറയാ പരിവൃത്തം എന്ന് പറയില്ലേ, അതിന്റെ ആ ഒരു പെരിമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, അത് എന്താ പറയാ ഒരു സർക്കിളിന്റെ എത്രത്തോളം വിസ്തൃതമായിട്ടുള്ളതായിരിക്കണം, അതിന്റെ ആ ഒരു പെരിമീറ്റർ എന്നുള്ളത് അനുശാസിക്കാനുള്ള ഇത് ചുമതല ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. ആൻഡ് അതിനും ഇതുപോലെ തന്നെ എക്സംഷൻസ് ഉണ്ട്, പലതിനും എക്സംഷൻസും ഉണ്ട്. ചിലതിനെയൊക്കെ ചില ഫാക്ടറീസിനെ ചില കാര്യങ്ങളെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് അധികാരമുണ്ട് ഇങ്ങനെ എത്ര സർക്കംഫറൻസിലുള്ള പൈപ്പുകളിലാണ് വേണ്ടത്, അതിൽ കൂടി അത്രയും ഉള്ളതിലേക്ക് കൂടി മാത്രമേ മനുഷ്യനെ കയറ്റാൻ പാടുള്ളൂ. അതിനേക്കാൾ കുറവ് ആണെങ്കിൽ അതിൽ കിടക്കാൻ പറ്റില്ല. കാരണം അതിൽ കിടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ക്രൈസിസിൽ അവരെ നമുക്ക് ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് വരും, തടഞ്ഞൊക്കെ നിൽക്കും. അപ്പൊ ആളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. സോ അതിന് വേണ്ടിയിട്ട് എത്ര സർക്കംഫറൻസിലുള്ള പൈപ്പാണ് അല്ലെങ്കിൽ മാൻഹോൾ ആണ് എന്നൊക്കെ അനുവാദം കൊടുക്കാനും ആർക്കാണ് അധികാരം? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അപ്പൊ അതിനേക്കാൾ കുറവുള്ള സ്ഥലത്ത് കൂടി ആൾക്കാരെ കയറ്റി വിടരുത് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? Section 36, precaution against dangerous gases, fumes and others. Clear ayo? മനസ്സിലായോ? യെസ്. ഇനി അതിനകത്ത് നമുക്കൊരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുണ്ട് കേട്ടോ. Section 36 a worker is not permitted to enter any tank, chamber, valve, pipe, flue or any other restricted place that may contain poisonous fumes that are hazardous for the worker. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ ആ സെന്റൻസ്. ആവശ്യത്തിന് ബെൽറ്റ് അല്ലെങ്കിൽ റോപ്പ് അല്ലെങ്കിൽ ബ്രീത്തിങ് എക്യുപ്മെന്റ് ഇതൊന്നും ഇല്ലാതെ ഇത്തരം മാൻഹോളിൽ കൂടി കടന്നു പോകാനോ പാടില്ല വർക്കേഴ്സ്. അങ്ങനെ ഒരു അനുവാദം ഒരു ഫാക്ടറിക്കും സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ഇനി അങ്ങനെ കടന്നു പോകണമെങ്കിൽ തന്നെ ആ മാൻഹോളിന്റെ സർക്കംഫറൻസ് നിശ്ചയിക്കാനുള്ള ഒരു അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അവര് ആ പറയുന്ന അളവിലുള്ളതിനല്ല, അതിനേക്കാൾ കുറവ് അളവിലുള്ള വൃത്തം ആണെങ്കിൽ, മനസ്സിലായല്ലോ നിങ്ങൾ? വൃത്തത്തിന്റെ ചുറ്റളവില്ലേ, ചുറ്റളവ്, അതിനെ ഉദ്ദേശിക്കണം. പെരിമീറ്റർ ഞാൻ ഉദ്ദേശിച്ചത് അതിനെയാണ് നമ്മൾ സർക്കംഫറൻസ് വിളിക്കുക. അപ്പൊ ആ ദ്വാരത്തിന്റെ ആ വലിപ്പം എത്രത്തോളം ഉണ്ട്, ആ വലിപ്പം നിശ്ചയിച്ച് അതിന് അകത്ത് കൂടി കടക്കാനും ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കാനും പറ്റുന്ന രീതിയിലാണോ ആ ഒരു സർക്കംഫറൻസ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അനുശാസിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 16th വൺ ആണ് സെക്ഷൻ 36A എന്ന് പറയുന്നതിനകത്താണ് പറഞ്ഞത്. സെക്ഷൻ 36 A എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ് കേട്ടോ. പ്രിക്കോഷൻ റിഗാർഡിംഗ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്. പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ കൊണ്ടുപോയി ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ലൈറ്റുകൾ. അതിന്റെ യൂസ് അതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇങ്ങനെ കൊണ്ടുപോകുന്ന പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ലൈറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക് അപ്ലയൻസസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വോൾട്ടേജ് വിച്ച് ഈസ് മോർ ദാൻ 24 വോൾട്ട്, 24 വോൾട്ടിൽ കൂടുതലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ലൈറ്റുകൾ ഈസ് നോട്ട് അലൗഡ് ഇൻസൈഡ്. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അതിനേക്കാൾ കൂടുതൽ വോൾട്ടുള്ള സാധനങ്ങൾ ഇതുപോലെയുള്ള കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസ് എന്ന് വെച്ചാൽ വളരെ ഇടുങ്ങിയ നാരോ ആയിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ ടാങ്ക് അല്ലെങ്കിൽ പൈപ്പ്, നേരത്തെ പറഞ്ഞ പോലത്തെ പൈപ്പും ചേമ്പറും ടാങ്കും ഒക്കെ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കാരണം അതിനേക്കാൾ ഹൈ വോൾട്ടേജ് ഉള്ള സാധനങ്ങൾ ഈ പറയുന്ന ഇത്രയും നാരോ സ്പേസ്ഡ് ആയിട്ടുള്ള ഇത്തരം സ്ഥലത്തേക്ക് പോർട്ട് ചെയ്തത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കൂടി കൊണ്ടുപോകാനായിട്ട് പാടില്ല എന്നാണ് പറഞ്ഞേക്കണേ. കാരണം ഇത്തരം ഇതിന്റെയൊക്കെ ഉള്ളിലെ ചിലപ്പോ എന്താ പറയാ കമ്പ്യൂസ്റ്റബിൾ ഡസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, പെട്ടെന്ന് തീ പിടിക്കാൻ ചാൻസ് ഉള്ള പൊടിപ്പടലങ്ങൾ, മനസ്സിലായോ? കാരണം ഈ ലൈറ്റിന്റെ വോൾട്ടേജ് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 24 വോൾട്ട്, 24 വോൾട്ടിൽ കൂടുതലാവുമ്പേ അതിന്റെ ആ ചൂട് കൊണ്ട് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിനകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? തീ പിടിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് തീ പിടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 24 വോൾട്സിന് കൂടുതലുള്ള ഈ ഇലക്ട്രിക് ലൈറ്റുകൾ, പോർട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ലൈറ്റുകൾ ഒന്നും ക്യാരി ചെയ്ത് വർക്കേഴ്സ് ഇത്തരം ചേമ്പേഴ്സിന്റെയോ പൈപ്പിന്റെയോ ടാങ്കിന്റെയോ ഒക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നത്. മനസ്സിലായോ?
അപ്പൊ അതിനേക്കാൾ കുറവുള്ളതാണെങ്കിലേ കൊണ്ടുപോകാൻ പാടുള്ളൂ. മാത്രമല്ല അതിന് ഇനഫ് സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കണം. ഇനി മാത്രമല്ല ഓൺലി ഫ്ലെയിം പ്രൂഫ് ലാംപ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻസൈഡ് ദം. എന്താ പറയാ, ഫ്ലെയിം പ്രൂഫ് ആയിട്ടുള്ള, അതായത് തീ പിടിക്കാൻ, തീ ഇങ്ങനെ വരാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള ലാമ്പുകൾ, അങ്ങനത്തെ മാത്രമേ കൊണ്ടുപോകാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയാ അപകടകാരികളായിട്ടുള്ള പൊടിപടലങ്ങൾ പെട്ടെന്ന് തീ പിടിക്കും, 24 വാട്ടിൽ കൂടുതലൊക്കെ ആയതുകൊണ്ട്. മനസ്സിലായോ? അപ്പൊ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം എന്നാണ് സെക്ഷൻ 36A ഇതിനെ കുറിച്ച് പറയുന്നത്. പ്രിക്കോഷൻ റിഗാർഡിംഗ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ് എന്നത് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ. മനസ്സിലായി? അപ്പോ വീണ്ടും അതിനകത്തും ആ ഒരു ഫ്ലൂ വരെയുള്ള സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ് ഓർ എനി അതർ സച്ച് ഇലക്ട്രിക് അപ്ലയൻസസ് യൂസിംഗ് മോർ ദാൻ 24 volt must not be allowed inside any confined space, tank, pipe, chamber, vat or flue. Underline ചെയ്തേക്കാം. ഫ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൂ, FLUE, ഫ്ലൂ കേട്ടുണ്ടോ? അറിയില്ലാത്ത പേരൊന്നും മലയാളത്തിൽ എഴുതി വെച്ചേക്കട്ട. ഫ്ലൂ എന്ന് പറഞ്ഞാൽ ചിമ്മിനിയാണ്, ചിമ്മിനി. അപ്പൊ അവിടെയൊക്കെ ഈ എന്താ പറയാ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള പൊടിപടലങ്ങളൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ അത്രയും കൂടുതൽ വോൾട്ടുള്ളത് കൊണ്ടുപോകാൻ പാടില്ല. ചിമ്മിനിയാണ് ഫ്ലൂ. വാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ കുട്ടകോ അങ്ങനെയൊക്കെ വലിയൊരു സാധനമാണ്. എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ പാത്രമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോട്ടെ. അടുത്തത് സെക്ഷൻ 37 ആണ്. എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസ്. വീണ്ടും ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് എന്ന് വെച്ചാൽ വേഗം തീപിടുത്തത്തിന് സാധ്യതയുള്ള ഡസ്റ്റ് ഗ്യാസ് എന്നിവയെ സംബന്ധിക്കുന്ന നിയമങ്ങൾ. അതും ഇതുപോലെ തന്നെ ഓൾ പ്രിവെന്റീവ് മെഷേഴ്സ് ഹാവ് ടു ബി ടേക്കൺ ഫോർ അവോയ്ഡിങ് എക്സ്പ്ലോഷൻ. ഇത്തരം തീപിടുത്തങ്ങൾ പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, അതായത് പൊടിപടലങ്ങളാകാം, ചില ഗ്യാസ് ആയിരിക്കാം അല്ലെ. ചില ഗ്യാസ് ഒക്കെ പെട്ടെന്ന് ലീക്കായി പെട്ടെന്ന് കത്ത് പിടിക്കും ഇല്ലേ? നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്, പല ന്യൂസിൽ കണ്ടിട്ടുണ്ട്. ആ ഗ്യാസ് ലീക്കായി പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായി. ഓക്കെ, അതൊക്കെ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഈ പറയുന്ന തീപിടുത്തങ്ങൾ നടക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള മെഷേഴ്സ് എടുക്കണം. അത്തരം എക്സ്പ്ലോഷൻസിനെ തടയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതൊക്കെ അതിനു വേണ്ടിയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫക്റ്റീവ്ലി കവറിംഗ് ഓൾ ദ മെഷീനറി ഓർ പ്ലാന്റ് യൂസ്ഡ് ഇൻ ദ പ്രൊസീജിയർ. അത്തരം പ്രൊസീജിയേഴ്സ് നടക്കുന്ന സ്ഥലങ്ങളിലെ മെഷീനറീസും പ്ലാന്റും ഒക്കെ എന്ത് ചെയ്യണം? വളരെ ഇഫക്റ്റീവ് ആയിട്ട് കവർ ചെയ്ത് സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ തുറന്ന് മലത്തേക്ക് ഇടാനൊക്കെ പാടില്ല. കാരണം എന്തെങ്കിലും ഒരു ചെറിയ തീപ്പൊരി, എന്തെങ്കിലും ചെറിയ ഇത് മതി. ചിലപ്പോ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് തന്നെ എക്സ്ട്രീം ലൈറ്റ് ഒക്കെ വന്നാ ഭയങ്കര എന്താ പറയാ ചൂട്, ഫുൾ ഭയങ്കര എന്താ പറയാ ജ്വലിക്കുന്ന ഒരു ചൂടൊക്കെ ഉള്ള ലൈറ്റിൽ നിന്ന് തന്നെ വേണമെങ്കിൽ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ഗ്യാസസിന്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കവർ ചെയ്ത് സൂക്ഷിച്ചാൽ കുഴപ്പമില്ല എന്നാണ് പറയാ. ഡിസ്പോസിംഗ് ഓഫ് ഓർ അവോയ്ഡിംഗ് ദ കളക്ഷൻ ഓഫ് ഡസ്റ്റ്, ഫ്യൂംസ്, വേപ്പർ, ഗ്യാസ്. ഈ പറയുന്ന പോലെ പൊങ്ങി വരുന്ന ഡസ്റ്റുകൾ അല്ലെങ്കിൽ പുക അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് അല്ലെങ്കിൽ എന്താ പറയാ അന്തരീക്ഷത്തിൽ കലരുന്ന ഈ പറയുന്ന പോലെ വേപ്പർ, അതായത് നീരാവി, ഇതൊക്കെ അങ്ങനെ കുറെ ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടാതിരിക്കാനായിട്ട് അനുവദിക്കരുത്. എന്ന് വെച്ചാൽ കുഞ്ഞു കൂടുന്നത് വരെ നമ്മൾ വെച്ചോണ്ടിരിക്കരുത്. അപ്പൊ എന്ത് ചെയ്യണം? അതിലേക്ക് റിമൂവ് ചെയ്യുന്ന മെഷേഴ്സ് എടുക്കണം. അതങ്ങനെ കൂടി കിടക്കുമ്പോൾ എന്ത് പറ്റും? ഇതുപോലെ പെട്ടെന്നായിരിക്കും ചെറിയ ഒരു ഇതിന് പകരം വലിയ അപകടങ്ങളെ നമ്മൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതിങ്ങനെ കളക്ട് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുവേണ്ടിയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ്. പ്രൊഹിബിറ്റിംഗ് ദ കവറിംഗ് ഓഫ് എനി കൈൻഡ് ഓഫ് എക്സ്പ്ലോസീവ്. ഏത് തരത്തിലുള്ള വിസ്ഫോടനാത്മകമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ കവർ ചെയ്ത് തന്നെ സൂക്ഷിക്കുക. അത് പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാക്കാൻ സാധ്യതയുള്ള എക്സ്പ്ലോസീവ്സ് ഇല്ലേ, അങ്ങനെയുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള വസ്തുക്കളെയൊക്കെ കവർ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് ഒരുവിധമൊക്കെ എക്സ്പ്ലോഷൻസ് തടയാനും അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ ഒഴിവാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത് സെക്ഷൻ 37 എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ്, ഗ്യാസ് എക്സെട്ര. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, next one,
സെക്ഷൻ 38 ആണ്, പക്ഷെ അവിടെ എഴുതിയിട്ടില്ല, അതൊന്ന് വിട്ടുപോയെന്ന് തോന്നുന്നു. സെക്ഷൻ 18 ആണ് പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. അവിടെ ഒന്ന് സെക്ഷൻ 38 എന്നൊന്ന് എഴുതണായിട്ടോ, അതിന്റെ ബ്രാക്കറ്റിലോ അവിടെ അതിന്റെ സൈഡിലോ എവിടെയെങ്കിലും എഴുതി വെക്കാം. സെക്ഷൻ 38 ആണ്, അത് അവിടുന്ന് ടൈപ്പിലോ ആണോ വിട്ടുപോയിരുന്നു തോന്നുന്നത്. സെക്ഷൻ 38 പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. തീപിടുത്തം ഉണ്ടായാൽ ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ എടുക്കേണ്ട മുൻകരുതലുകളാണ്, പ്രിക്കോഷൻസ് ആണ്. എല്ലാ ഫാക്ടറീസ് അല്ല, എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ട്. ഇപ്പൊ ഏത് ഫാക്ടറി മാത്രമല്ല, ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഗ്യാസ് സിലിണ്ടർ പോലെ വെച്ചേക്കുന്നതല്ലേ, ഫയർ എക്സോസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് ആണ് അതിനകത്തുള്ളത്. അതായത് അങ്ങനെയുള്ളത് എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽസിൽ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആശുപത്രി പോകാറുള്ളതല്ലേ, ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെയാണ്. അവിടെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് ഇതിനകത്തുണ്ട്. ഇനി ഫയർ ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാനുള്ള, ആ ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ചില സൗകര്യങ്ങളും മിക്ക ഇൻഡസ്ട്രീസിലും അല്ലെങ്കിൽ മിക്ക ഫാക്ടറീസിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് വലിയ വലിയ വാഹനങ്ങളില്ല, ഇപ്പൊ പുതിയ പുതിയ മോഡലിലുള്ള വാഹനങ്ങൾ, വലിയ ബസ്സൊക്കെ അതിനകത്തും ഉണ്ട് അല്ലെ, എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഡോർ ഉണ്ട്, ഉണ്ടാവും. അത് പെട്ടെന്ന് അടിച്ച് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങാം. അതെന്താ കാരണം? ഇതുപോലെയുള്ള എക്സ്പ്ലോഷൻസ് ബസ്സിനകത്തും ഒക്കെ നടക്കുന്നുണ്ട്. തീപിടുത്തമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി, തീപിടുത്തം ഉണ്ടായി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ആക്സിഡന്റ് ആയി, അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ടിൽ കൂടിയോ ഡോറിൽ കൂടിയോ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ പറയുന്ന എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഡോർ ഉണ്ടാവും. അതിൽ തകർത്തിട്ടാണ് പുറത്തേക്ക് ചാടാനൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ രക്ഷപ്പെട്ട ആരെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല. ന്യൂസ് ഇപ്പൊ നമ്മൾ പേപ്പർ വായിക്കണമെന്നൊന്നുമില്ല. അതല്ലാതെ തന്നെ പല ന്യൂസുകളും നമ്മളിലേക്ക്, പല എന്താ പറയാ, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് പല രീതിയിൽ നമ്മളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. കഴിഞ്ഞ 2 മാസം മുമ്പൊക്കെ ഉണ്ടായിരുന്ന വിമാനാപകടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടത് ഓർമ്മയുണ്ടാ? ഓക്കെ, യെസ്. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ അത്തരം ചിലപ്പോ നമുക്കൊന്നും ആ ഒരു ഐഡിയ ഒന്നും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്കൊന്നും വരില്ല, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അത് അങ്ങനെ എന്താ പറയാ, ഭയങ്കര കറേജിയസ് ആയിട്ട് ഭയങ്കര സ്ട്രെങ്ത് എടുത്ത് ചെയ്യുന്ന ആളുകളും ഉണ്ട് എന്നും കൂടി നമുക്ക് പറയേണ്ടി വരും അല്ലെ. എല്ലാവരും ഒരുപോലെയല്ല. ചിലപ്പോ ഒരു 10-25 എണ്ണത്തിൽ, ഒരു 100 എണ്ണത്തിൽ ഒരാളൊക്കെ ചിലപ്പോ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഇതുപോലെ എവറി ഓർഗനൈസേഷൻ ഓർ എവറി ഫാക്ടറീസ് അഡക്വേറ്റ്ലി എക്യുപ്ഡ് ആയിട്ടുള്ള എന്താ പറയാ എക്യുപ്മെന്റുകളെല്ലാം തന്നെ എംപ്ലോയീസിനെ ഇൻ സിറ്റുവേഷൻ ഓഫ് ഫയറിന്റെ സാഹചര്യത്തിൽ അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ, സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അഡക്വേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും എല്ലാ ഫാക്ടറിയിലും വേണം എന്നാണ് പറയാ. അതിന് ഫയർ എക്സിറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ, ലോക്ക്ഡ് ആയി പോയി കഴിഞ്ഞാൽ ഫയർ ഉണ്ടാകുന്ന സമയത്ത് അത് ഏതി കൂടി നമ്മൾ എക്സിറ്റ് ചെയ്യും, പുറത്തേക്ക് വരും. അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ സജ്ജീകരണങ്ങൾ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ചില ഡോറുകളൊക്കെ പുറത്തേക്കൂടിയും അകത്തേക്കൂടിയും തുറക്കാൻ പറ്റുന്ന രീതിയിൽ, മനസ്സിലായി? ചില ഡോർസ് എങ്ങനെയാ, അകത്ത് മാത്രം അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂട്ടിപ്പോവും, പിന്നെ പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല. അകത്തുള്ള ആള് തന്നെ ശ്രമിച്ചാൽ അത് പുറത്തേക്ക് തുറക്കാൻ പറ്റുള്ളൂ. അതേസമയം ഇങ്ങനെയുള്ള സ്ഥലങ്ങളില് അങ്ങനത്തെ ഡോർ വെച്ചിട്ട് കാര്യമില്ല. ഇൻസൈഡ് ഔട്ട്സൈഡിലേക്കും സ്ലൈഡിങ് ആയിട്ടുള്ള ഡോറുകൾ കൂടാതെ, സ്ലൈഡിങ് ഡോർസ് ഉണ്ടല്ലോ ചിലത്, ഇപ്പുറത്തെ കൂടി കയറിയാൽ ഇപ്പുറത്തെ കൂടി ഇറങ്ങാം, സ്ലൈഡ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്ലൈഡ് ചെയ്തോണ്ടിരിക്കുക. അതല്ലാതെയും എന്താ പറയാ 2 സൈഡിൽ കൂടി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡോർസും ഇതുപോലെ ഫിറ്റ് ചെയ്യണം. ഫയർ എക്സിറ്റിന്റെ സ്ഥലത്ത് ഫയർ ഉണ്ടായി, ഇതിൽ കൂടി എക്സിറ്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഡോറ തുറന്ന് കൂട്ടി കിടക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ഡു? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് 2 വേ ഓപ്പണിങ് ഉണ്ടായിരിക്കണം ഡോറിന്. അത് മാത്രമല്ല, അത് കൃത്യമായിട്ട് ഫയർ എക്സിറ്റ് ഇന്ന സ്ഥലത്തിൽ കൂടിയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം കൃത്യമായിട്ട് അവരുടെ ലാംഗ്വേജിൽ, വിച്ച് ദ വർക്കേഴ്സ് ക്യാൻ ഫോളോ. ആ ജോലിക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഇതാണ് ഫയർ എക്സിറ്റിന്റെ വഴി എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കണം. വായിക്കാൻ എഴുതാൻ അറിയാനില്ലാത്ത ആൾക്കാർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. അവരുടേതായ ഭാഷയിൽ, അവർക്ക് ഏത് ഭാഷ മനസ്സിലാകുമോ ആ ഭാഷയിൽ എഴുതി വെക്കണം. ഇംഗ്ലീഷിൽ എഴുതി വെച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരിക, ചിലപ്പോ ഒരു ജീവൻ ചിലപ്പോ അങ്ങനെ പൊലിഞ്ഞു പോകാം. അപ്പൊ അതിനെയൊക്കെ അതിൽ നിന്നൊക്കെ വർക്കേഴ്സിനെ സംരക്ഷിക്കേണ്ടത് ഓർഗനൈസേഷന്റെ ഫാക്ടറിയുടെ കടമയാണ്. സോ എന്താ പറയാ പ്രൊവിഷൻസ് ഷുഡ് ബി ടേക്കൺ. എല്ലാവർക്കും, എല്ലാ വർക്കേഴ്സിനും ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ആൻഡ് ഇൻ കേസ് ഓഫ് എനി ഫയർ, warning should be given in loud and clear way.
എന്ത് ചെയ്യണം, നല്ല ഉച്ചത്തില് ഉച്ചഭാഷ വെച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യാം, മൈക്കിലൂടെ ഏജിലെ കൂടെയൊക്കെ അനൗൺസ് ചെയ്ത് വർക്കേഴ്സിനെ അറിയിക്കുക, ഇന്ന സ്ഥലത്ത് ഫയർ വന്നിട്ട് യു ഹാവ് എസ്കേപ്പ് എനിവേ, എങ്ങനെയെങ്കിലും പുറത്തേക്ക്, അതായത് ബിൽഡിങ്ങിന്റെ പുറത്തേക്ക്, ഫാക്ടറിയുടെ പുറത്തേക്ക് കടക്കണം എന്നുള്ളത് ഉച്ചത്തിൽ വിളിച്ചു പറയണം. അത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് വിളിച്ചു പറയണം. അതിനുള്ള പ്രൊവിഷനും ഉണ്ടാക്കി വെക്കണം എന്നാ പറയണേ. മനസ്സിലായ? ഇനി മാത്രമല്ല, ഈ ഫാക്ടറീസിന്റെ ഓരോ റൂമിൽ നിന്നുമുള്ള പാസേജ്, ഒരു പാസേജ് വേ, വഴി, അത് കൺവീനിയന്റ്ലി നമുക്ക് ഓരോ വർക്കേഴ്സിനും ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് കടക്കാനുള്ള ഒരു പാസേജ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതിനുള്ള ക്ലിയർ കട്ട് റൂൾസ് സ്റ്റേറ്റ് ഗവൺമെന്റ് അനുശാസിക്കുന്നുണ്ട് ഫോർ എസ്കേപ്പിംഗ് ഫയർ. ഫയറിൽ നിന്ന് രക്ഷപ്പെടാൻ വർക്കേഴ്സിന് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞേക്കണേ. മാത്രമല്ല, the chief inspector has the authority to recommend detailed measures that can be taken by the act and regulation. സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും അനുശാസിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ആരും കൂടിയും എന്താ പറയാ ബോധ്യപ്പെടുത്തണം. ചീഫ് ഇൻസ്പെക്ടർ, ആ ഫാക്ടറിയുടെ ചീഫ് ഇൻസ്പെക്ടർ ഉണ്ടെങ്കിൽ ആള് അതിനു വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുത്തിരിക്കണം. ഗവൺമെന്റ് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എക്സിറ്റ് ചെയ്യാൻ, ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ എക്സിറ്റ് ചെയ്യണം അല്ലെങ്കിൽ രക്ഷപ്പെടണം, അതിന് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ അവിടുത്തെ ചീഫ് ഇൻസ്പെക്ടർക്ക് അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇൻസ്പെക്ടർ ഹാസ് ദ പവർ ആൻഡ് ന്യൂ പ്രൊവിഷൻസ്, പുതിയ പുതിയ പ്രൊവിഷൻസ് കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ പുതിയ രക്ഷപ്പെടാനുള്ള രീതികൾ കൊണ്ടുവരുന്നോ, ഇപ്പോഴത്തേത് മാറി പുതിയ രീതിയിൽ പുതിയ പുതിയ ടെക്നോളജി മാറി വരുന്നതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുവരികയും ചെയ്യാം. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എഴുതി തയ്യാറാക്കി, ഇപ്പോൾ ദ ന്യൂ വൺ ഇൻ റൈറ്റിംഗ് എഴുതി തയ്യാറാക്കി തന്നെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതി വെക്കണം. കാരണം എങ്ങനെയാണ് പുതിയ കാര്യം ഉപയോഗിക്കേണ്ടതെന്ന് ചിലപ്പോൾ ചില വർക്കേഴ്സിനൊന്നും അറിയില്ല. അപ്പൊ അത് എഴുതി കൃത്യമായിട്ട് ആളുകളെ ഇൻഫോം ചെയ്ത് അറിയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ചീഫ് ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ അധികാരമാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സിമ്പിൾ കാര്യങ്ങളൊക്കെയാ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ സെക്ഷൻ 38 ആണ്. അത് അവിടെ സെക്ഷൻ 38 എഴുതാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ഒന്ന് അവിടെ എഴുതി ചേർക്കുക. ഇനി നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു സെന്റൻസുകൾ ഉണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാട്ടാ. എവറി റൂം ഓഫ് ദ ഫാക്ടറി മസ്റ്റ് കണ്ടെയ്ൻ, ആ സെന്റൻസ്, അതായത് രണ്ടാമത്തെ പാരഗ്രാഫിൽ വരുന്ന ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ടു എവറി വർക്കർ വരെ. പിന്നെ അടുത്തത്, ദ ചീഫ് ഇൻസ്പെക്ടർ ഹാസ് ദ അതോറിറ്റി ടു റെക്കമെൻഡ് ഡീറ്റെയിൽഡ് മെഷേഴ്സ് that can be taken with the act and regulations set by the government. ഗവൺമെന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിയമങ്ങൾ, ആക്ടും റെഗുലേഷൻസും ഒക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? ചീഫ് ഇൻസ്പെക്ടർക്കാണ്. ഇനി പുതിയ പുതിയ പ്രൊവിഷൻസ് കൊണ്ടുവരാനുള്ളതും അതും അവിടെ അണ്ടർലൈൻ ചെയ്യാം. പുതിയ പ്രൊവിഷൻസ് കൊണ്ടുവരികയും ചെയ്യാം, പഴയ പ്രൊവിഷൻസിന് വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. പഴയ രീതി മാറ്റി ഈ പുതിയ രീതിയിലാണ് നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആവേണ്ടത്, എന്തെങ്കിലും തരത്തിൽ ഫയർ വന്നു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ രക്ഷപ്പെട്ടോളണം, ഇത് മറ്റേത് പഴഞ്ചൻ രീതി അത് മാറ്റി ഈ രീതി, അങ്ങനെയൊക്കെ കൊണ്ടുവരാനും ഇൻസ്പെക്ടർക്ക് തന്നെ അധികാരമുണ്ട്. ഓക്കെ, ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. ഇതൊക്കെ നമ്മളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആയതുകൊണ്ടാണ് അത് കൂടുതലും അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് ഞങ്ങൾ നിർത്താണ്. കാരണം എന്താണെന്ന് വെച്ചാലേ, നിർത്തിയത് വേറെ ഒന്നുകൊണ്ടല്ല, ഒന്ന് നമുക്കിനി ഇത്രയും ഭാഗം എടുക്കാനുള്ളൂ. ഒരു ക്ലാസ്സിലെങ്കിലും ഞാൻ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു വൺ പേജ് എന്ന് പറയാം അല്ലെ, ഒരു പേജ് അത്രേ ഉള്ളൂ. ഒരു പേജ് അല്ലെങ്കിൽ ഒരു പേജും ഒരു രണ്ടും കുറച്ച് സെന്റൻസും അത്രേ ഉള്ളൂ എനിക്ക് എടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ അതിങ്ങനെ ഒളിച്ചിട്ട് എടുക്കുന്നില്ല. നിങ്ങൾ വായിച്ച്, ഞാൻ എടുത്തത് വരെ ഒന്ന് വായിച്ച് പഠിച്ചാൽ മതി. ഇനി എന്താ പറയാ, ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു.
നമ്മൾ ഇനി ബാക്കി ഭാഗം ആ ഒരു ക്ലാസ് കൊണ്ട് തീർക്കും. ഒറ്റ ക്ലാസ്. പിന്നെ അതിന് ശേഷം സമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അടയാളപ്പെടുത്താനോ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കോ, നിങ്ങൾ എന്തെങ്കിലും പഠിച്ചെന്നൊന്നും അറിയണ്ടേ, അപ്പൊ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പോകാം. അതിനുശേഷം നമുക്ക് നിങ്ങളുടെ ബാക്കി ടീച്ചേഴ്സിന്റെയും ക്ലാസ് തീരാനുണ്ട്. കുറച്ച് എനിക്ക് തോന്നുന്നു അപർണ മിസ്സിന്റെ മാത്രമാണോ തീരാനുള്ളത്? ഒന്ന് പറഞ്ഞേ, അപർണ മിസ്സിന് മാത്രമാണോ തീരാനുള്ളത്? സൗണ്ട് ഓൺ ആക്കുകയാണേ. ക്ലാസ് ഞാൻ ഇനി എടുക്കുന്നില്ല, അത്ര പേര് എടുക്കുന്നുള്ളൂ. മിസ്സിന്റെ കുറച്ചുണ്ട്, അപർണ മിസ്സിന്റെയും കുറച്ചുണ്ട്. കുറച്ച് മീൻസ് ഒരു ഏകദേശം ഒന്ന് പറയാൻ പറ്റുമോ? ഒരു പേജസിന്റെ എണ്ണം എനിക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാ, കൂടുതലുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. അറിയില്ല, എന്റെ ടെക്സ്റ്റ് ഇല്ല, ഞാൻ ഈ ലെക്ചർ നോട്ട് വെച്ചിട്ടാണ് പഠിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ആണോ? എല്ലാവരും അതൊന്ന് പതുക്കെയാണ് എടുക്കണേ. ആണോ? മറ്റേ സോളി മിസ്സിന് വളരെ കുറച്ചുള്ളൂ. സോളി മിസ്സിന് കുറച്ചുള്ളൂ, ഒരു പേജോ 1.5 പേജോ അങ്ങനെ ഉണ്ടെങ്കിലും ഉള്ളൂ, കുറച്ചുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പതുക്കെയാണ് എടുക്കണേ, നമുക്ക് കുറച്ചുള്ളൂ. കഴിഞ്ഞ ക്ലാസ് തൊട്ട് ആണെങ്കിൽ തീർക്കായിരുന്നു, അപ്പൊ അടുത്ത ക്ലാസ്സിൽ എടുക്കാന്ന് പറഞ്ഞോണ്ട് ഇതില് അങ്ങനെ മാറ്റിയതാ. ശരി, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റേ അപർണ മിസ്സിന് കുറച്ചുണ്ട്. എന്തോ ഒരു 1-2 ക്ലാസ്സൊക്കെ പുള്ളിക്കാരുടെ മിസ്സായിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇന്നലെ ഞാൻ എടുത്തേ, മിസ്സിന്റെ ക്ലാസ്സാണ് ഞാൻ എടുത്തേ. വേറെയും കഴിഞ്ഞ ആഴ്ചയിലും ഏകദേശം ഒരു 1-2 ക്ലാസ് ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ഈ തവണ അതുകൊണ്ടായിരിക്കുള്ളൂ. അത് കുഴപ്പമില്ല, അത് മിസ് എടുത്ത് തീർത്തോളും. പിന്നെ ഇനിയിപ്പോ അതിന്റെ ബാക്കിൽ നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല, കുറച്ചുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് രണ്ടാമത്തെ 4th, 5th, 6th ചാപ്റ്ററിന്റെ പരീക്ഷ വന്നേക്കുന്നത് എന്നാ? 4, 5, 6 13th. ഓക്കെ, 13ാം തീയതിയാണ്. അപ്പൊ അത് 13ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ 19ാം തീയതിയാണ് നമുക്ക് മെയിൻ എക്സാം വരുന്നത് അല്ലെ, തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, ഒരു 5-6 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ചാപ്റ്ററുകൾ തീരുമ്പോഴും നിങ്ങൾക്ക് കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും പഠിക്കാൻ. സമയം നമ്മൾ അതിനുകൂടി വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് സമയം കിട്ടണ്ടേ. അല്ലാണ്ട് ഇന്ന് തീർത്തിട്ട് നാളെ വെച്ച് വരുമ്പോ നിങ്ങൾക്കൊന്നും ചിലപ്പോ അത് പഠിച്ചെടുത്ത് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ അതിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇതുപോലെയൊക്കെ നമ്മൾ ടൈം ടേബിളൊക്കെ കൊടുത്തിരിക്കുന്നത്, തന്നിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ അപർണ മിസ്സിന്റെ ടോപ്പിക് ടീച്ചർ തീർക്കട്ടെ. ടീച്ചർ കഴിഞ്ഞ അടുത്ത ദിവസം ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു ഒരു അവതാരനെങ്കിലും കൂടി വാങ്ങിച്ചിട്ടായിരിക്കും ചിലപ്പോൾ തീർക്കാം. അപ്പൊ അതനുസരിച്ച് ബാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടും. 25ാം തീയതി കാര്യം ഞാൻ അവിടെ സൂചിപ്പിച്ചേക്കാം. ഓക്കെ, എക്സാം ഉള്ള ദിവസം നിങ്ങൾക്ക് എന്താ പറയാ പഠിക്കാനുള്ളത് കൊണ്ട് നമുക്ക് ടൈം കൊടുക്കണം എന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മൾ സൂചിപ്പിച്ചേക്കാം. പിന്നെന്താ, പിന്നെ പരീക്ഷയെ കുറിച്ച് വേറെ ഒന്നുമില്ലല്ലോ? വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ചോദിക്കാൻ? കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ക്ലാസ്സുകള് ചാപ്റ്ററുകളൊക്കെ പഠിച്ചിട്ട് എങ്ങനെയുണ്ട് അത് നിങ്ങളൊന്ന് പറയാമോ? വലിയ വലിയ ചാപ്റ്റർ ക്ലാസ് എടുത്ത് പോകുമ്പോഴേ അങ്ങനെ അറിയണില്ല. കുറേശ്ശെ അങ്ങനെ എടുത്തു പോകുമ്പോ ആ ക്ലാസ് കേൾക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. പക്ഷെ അത് അപ്പൊ തന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, ക്ലാസ് ശ്രദ്ധിച്ചാൽ കിട്ടുന്നുണ്ട്. ഓരോ ചാപ്റ്റർ വലിയ വലിയ ചാപ്റ്റർ. ഈ വലിയ വലിയ ചാപ്റ്റർ ആണത്. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിനോട് കണക്ട് ചെയ്ത് വരുന്ന ഭാഗം മുഴുവൻ ആ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ആണ്. ഇപ്പൊ നിങ്ങൾ ഗ്രീവൻസ് എടുക്കുക, ഗ്രീവൻസ് ചാപ്റ്ററിൽ എംപ്ലോയീസിന്റെ ഡിസ്കണ്ടന്റ്മെന്റ് ആണ്, അസംതൃപ്തി, തൃപ്തിക്കുറവ്. ആ തൃപ്തിക്കുറവ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകാവുന്ന ചില കാര്യങ്ങളാണ് ഇൻഡിസിപ്ലിൻ ആകുക, അച്ചടക്കമില്ലായ്മ അല്ലെ, ആരോഗ്യം, അതുപോലെ തന്നെ അവരുടെ പ്രൊട്ടക്ഷൻ, അതൊക്കെ അങ്ങനെ ഓരോന്നിലും അതുപോലെ തന്നെയാണ്. ട്രെയിനിങ്ങിൽ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകും. അപ്പൊ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, എംപ്ലോയീസിന്റെ ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ. അതുകൊണ്ട് അതങ്ങനെ കൂടുതൽ കണക്ട് ചെയ്ത് തോന്നുന്നത്. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങൾ ഇതെല്ലാം എടുത്തിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് എല്ലാത്തിന്റെയും ഓരോ ടോപ്പിക്കുകൾ മാത്രം എടുത്ത് പഠിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല. ഇതിപ്പോ ഓരോ ടീച്ചേഴ്സും ക്ലാസ്സില് നോക്കുമ്പോ നമുക്ക് ഇതാണ്, പക്ഷെ ടോപ്പിക്ക് നോക്കുമ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അത് സോർട്ട് ചെയ്തെടുക്കാൻ ഒരു കുറച്ച് സമയം വേണമെന്ന് തോന്നുന്നു. അപ്പൊ 3 ചാപ്റ്ററില് അവസാനത്തെ ചാപ്റ്റർ എടുക്കണം, 3ാമത്തെ ചാപ്റ്റർ എടുക്കണം. ബാക്കി 2 ഇത്തിരി ലെങ്തി ആയിട്ടുള്ളത്, എന്നാലും കുഴപ്പമില്ല. അതാ പറഞ്ഞേ, ഇതൊക്കെ നമുക്കില്ലേ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇനിയും നമുക്ക് വേണ്ട ചില കാര്യങ്ങളാണ്. കാരണം നമ്മൾ ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നവരല്ലേ.
എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കാൻ പഠിക്കുക, പരീക്ഷിക്കുക. മനസ്സിലായോ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷകളൊക്കെ ആയിരിക്കും. ഒന്ന് വായിക്കണം, ഒന്ന് പ്രിപ്പയർഡ് ആകുക. പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പരീക്ഷ എഴുതരുത്. അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം വെറുതെ ഒന്നും പഠിക്കാണ്ട് ഈ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ പോയിട്ട് ചെയ്യരുത്. കാരണം എല്ലാ ദിവസവും നമ്മൾ ഒരു ടീച്ചർ ഇന്ന് വന്ന് ഒരു ചാപ്റ്റർ എന്ന് പറയുന്നു, അടുത്ത ദിവസം വേറെ ടീച്ചർ ആ ടീച്ചർ എടുക്കുന്ന ചാപ്റ്റർ എന്ന് പഠിപ്പിക്കുന്നു. സോ ഇതെല്ലാം കൂടി നിങ്ങൾ ഇങ്ങനെ ഒരു മിക്സഡ് പരുവത്തിൽ വെച്ചിരിക്കുകയാണ് അല്ലെ. ഇതിലേക്ക് നമ്മൾ ഇനി എന്താ പറയാ, എല്ലാത്തിനെയും കൂടി ഇനി കോർഡിനേറ്റ് ചെയ്ത് ഓരോ ചാപ്റ്റർ വൈസ് നമ്മളിങ്ങനെ നമ്മൾ തന്നെ മനസ്സിൽ അത് ഡിവൈഡ് ചെയ്ത് എടുത്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വെച്ച് നോക്കുമ്പോ ഇത് എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യവും സിമ്പിൾ ആണ് അല്ലെ. ചിലതിൽ മാത്രമേ ചില ലോസ്, നിയമങ്ങള് അല്ലെ, റൂൾസ് ഒക്കെ വരുന്നുള്ളൂ. അത് വരുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് തോന്നുന്നത്. ആ റൂൾസ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അത് ഏതിൽ വരും, ഏത് സെക്ഷനിൽ വരും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പഠിക്കുക. നമുക്ക് പരീക്ഷ ഒക്കെ കഴിയുമ്പോൾ വീണ്ടും ഓക്കെ. മാം എത്ര മാർക്സിനാണ് മാം എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? 60 മാർക്ക്. അപ്പൊ മെയിൻ എക്സാമിന് ഇപ്പൊ 4 പേപ്പറായിട്ട് കൊടുത്തേക്കണം. അപ്പൊ അതിന് ഓരോ പേപ്പറിന് എത്ര മാർക്ക് ഇടുക? അത് പറയാട്ടെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാട്ടെ. ഞാനൊന്ന് കൺഫർമേഷൻ കൂടി വരാനുണ്ട്. അത് ബോർഡിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോ അത് നമുക്ക് അറിയില്ല. അപ്പൊ എനിക്കതൊന്ന് അറിയാണ്ട് ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ അത് പറയാം. ഇപ്പൊ ഈ ടേം എക്സാം 60 മാർക്സിലാണ് 2 ടേമിന്റെയും, ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പൊ തിങ്കളാഴ്ച പരീക്ഷയ്ക്ക് മുമ്പ് ചിലപ്പോ കണ്ടുവന്ന് വരില്ല. അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷ ചെയ്താൽ എല്ലാവരും. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു.